ഫുട്ബോൾ ചരിത്രത്തിൽ കാലത്തെ അതിജീവിച്ച് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില നിമിഷങ്ങളുണ്ട്. അതിലൊന്നാണ് 2005 മെയ് 25 തുർക്കിയിലെ ഇസ്താംബുളിൽ സംഭവിച്ച ദ മിറാക്കിൾ ഓഫ് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. ഒരു വശത്ത് തങ്ങളുടെ പ്രതാപത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഇറ്റാലിയൻ ഒമ്പന്മാരായ AC മിലാൻ, മറുവശത്ത് റാഫേൽ ബെനിറ്റസിന്റെ കീഴിൽ ജെറാർഡും സാബി അലോൺസോയും അടങ്ങിയ ലിവർപൂൾ. കിരീടവുമായിട്ട് തുർക്കിയിൽ നിന്ന് മടക്കമുള്ളൂ എന്ന് ശപഥം ചെയ്ത ലിവർപൂൾ ഫാൻസിന്റെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ട് ആദ്യ മിനിറ്റിൽ തന്നെ മിലാൻ ക്യാപ്റ്റൻ മാൽഡീനി ലിവർപൂളിന് ആദ്യ പ്രഹരം ഏൽപ്പിച്ചു. ആദ്യ മിനിറ്റിൽ തന്നെ കിട്ടിയ ലീഡ് മിലാന് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. മധ്യനിരയിൽ ഒഴുകി നടന്ന് കളിമറിഞ്ഞ ബ്രസീലിയൻ താരം റിക്കാർഡോ കക്ക ലിവർപൂൾ പ്രതിരോധത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ പകുതിയുടെ അവസാനമായപ്പോഴേക്കും അർജന്റീനൻ സ്ട്രൈക്കർ ഹെനാൻ കസ്കോയുടെ ഇരട്ട പ്രഹരം ലിവർപൂളിനെ തളർത്തി. AC മിലാൻ ആരാധകർ ആഹ്ലാദ നൃത്തം ചവിട്ടി. ഇടവേളക്ക് പിരിയുമ്പോൾ ലിവർപൂൾ ആരാധകരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു. മിലാൻ താരങ്ങളാവട്ടെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു. ഒരു ഫൈനലിൽ 3 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം ഒരു തിരിച്ചുവരവ് ഏറെ അസാധ്യം തന്നെയായി കണക്കാക്കപ്പെട്ടു. കടുത്ത ലിവർപൂൾ ആരാധകർ വരെ രണ്ടാം പകുതി ഒരു ചടങ്ങ് മാത്രമാകുമെന്ന് കരുതി നിരാശയോടെ സ്വയം പഴിച്ചു. എന്നാൽ ചരിത്രം തന്റെ തിരക്കഥ മാറ്റി എഴുതാൻ തീരുമാനിച്ചിരുന്നു. ഡ്രസ്സിംഗ് റൂമിലെ മൗനത്തിൽ നിന്നും പോരാട്ടത്തിന്റെ പുതിയ തീജ്വാലകൾ ജനിച്ചു. ലിവർപൂൾ ഡ്രസ്സിംഗ് റൂമിലെ കടുത്ത മൗനത്തെ കീറിമുറിച്ചുകൊണ്ട് കോച്ച് റാഫേൽ ബെനിറ്റസ് തന്റെ കളിക്കാരോടായി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾ ഒരു ഗോൾ നേടുക, ഒരേ ഒരു ഗോൾ. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലിവർപൂളിന്റെ കളിക്കാർ ഒരു പുത്തനുറപ്പോടെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കാൻ ഫുട്ബോൾ ലോകം തയ്യാറെടുക്കുകയായിരുന്നു. കളിയുടെ 54-ാം മിനിറ്റ് ലിവർപൂൾ നായകൻ സ്റ്റീഫൻ ജെറാർഡ് പ്രതീക്ഷയുടെ തീപ്പൊരി സമ്മാനിച്ച് മനോഹരമായ ഹെഡറിലൂടെ ആദ്യ ഗോൾ നേടി. ആ ഗോൾ ഒരു സൂചന മാത്രമായിരുന്നു. 2 മിനിറ്റിന് ശേഷം വ്ളാഡിമിർ സിസ്റ്ററിന്റെ മനോഹരമായ ലോങ് റേഞ്ച് മിലാൻ ഗോൾ കീപ്പർ ഹൃദയെ കീഴടക്കിയതോടെ സ്റ്റേഡിയം ആർത്തലച്ചു. അസാധ്യമായത് ഒന്നുമില്ലെന്ന് ലിവർപൂൾ ആരാധകർ തിരിച്ചറിഞ്ഞ നിമിഷം. 2 മിനിറ്റിടെ കിട്ടിയ ഇരട്ട ഷോക്കിൽ പതറിയ മിലാൻ തങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചെടുക്കുന്നതിന് മുമ്പേ ലിവർപൂൾ അടുത്ത പ്രഹരം ഏൽപ്പിച്ചു. ജെറാർഡിനെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി അലോൺസോ ലക്ഷ്യത്തിലെത്തിച്ചു. സ്കോർ 3-3. വെറും 6 മിനിറ്റിൽ 3 ഗോളുകൾ. അവിടെ വെച്ച് ഫുട്ബോൾ ലോകം നിശ്ചലമായി. തോറ്റെന്ന് കരുതിയവർ തിരിച്ചെത്തി. അതൊരു സമനിലയായിരുന്നില്ല. മിലാന്റെ ആത്മാഭിമാനം തകർത്ത മുന്നേറ്റമായിരുന്നു. അധിക സമയത്ത് ഗോൾ കീപ്പർ ജേഴ്സി ഡ്യൂഡക് ലിവർപൂളിന്റെ രക്ഷകനായി അവതരിച്ചു. ആന്ദ്രേ ഷെവ്ചെങ്കോയുടെ ഗോളെന്നുറച്ച 2 ഷോട്ടുകൾ ഡ്യൂഡക് തട്ടി അകറ്റി. മാന്ത്രിക സേവ് എന്ന ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ച ആ നിമിഷം ലിവർപൂളിന്റെ വിധി നിർണയിക്കപ്പെട്ടിരുന്നു. മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ ഡ്യൂഡക് പ്രശസ്തമായ ജെല്ലിലെക്സ് ഡാൻസിലൂടെ മിലാൻ താരങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി. ഷൂട്ടൌട്ടിന്റെ അവസാന നിമിഷം വീണ്ടും ഷെവ്ചെങ്കോയുടെ കിക്ക് ഡ്യൂഡക് തട്ടി അകറ്റി. ആ നിമിഷം ആകാശത്തിലെ വിധിവിളക്ക് ലിവർപൂളിന് വേണ്ടി പ്രകാശിച്ചു. അതൊരു വിജയം മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരിക്കലും മരിക്കാത്ത ആത്മാവിന്റെ ആഘോഷമായിരുന്നു. ഇസ്താംബുളിലെ ആ രാത്രി ഫുട്ബോളിന്റെ സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു.